ശ്രീ മുരളീധരൻ നായർ, ഇപ്പോൾ ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാവുകയാണ്. അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ട് അപകടകരമായ ഒരു നീക്കമാണിത്. അവരുടെ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിൽ അവിടെ ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല. അവിടെ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ എത്താതിരിക്കാനായിട്ട് അമേരിക്ക തീർച്ചയായിട്ടും അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടാകണം. കാരണം നേരത്തെ അത് വിന്യസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ദൂരേക്ക് ഇറാൻ്റെ റേഞ്ചിൽ നിന്നും പൂർണ്ണമായി റേഞ്ചിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിലും അതിനെ വളരെ അകലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇതൊരു യുദ്ധത്തിന് തീവ്രത കൂട്ടാൻ തങ്ങൾ തയ്യാറാണ്. കാരണം ഞാൻ ഇന്ന് ഒരു ഒരു ഇറാനി ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഒരു പ്രൊഫസറാണ് അദ്ദേഹം. അവർ പറഞ്ഞത് ഞങ്ങൾ അവസാന നിമിഷം വരെ യുദ്ധം ചെയ്യും എന്നുള്ള രീതിയിലാണ്. പല ചരിത്രത്തിലെ ഉദാഹരണങ്ങളെല്ലാം ചൂണ്ടിക്കാണ്ടി അതെല്ലാം ഒരു വീരവാദം പോലെയാണ് തോന്നിയിരുന്നത്. കാരണം അമേരിക്കയ്ക്ക് എതിരെ യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശക്തി ഇന്നിപ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല. പ്രത്യേകിച്ചും ഇറാനെ സംബന്ധിച്ച് അവർക്ക് എയർഫോഴ്സ് നാമമാത്രമാണ്, നേവി നാമമാത്രമാണ്. മിസൈലിനെയും ഡ്രോണിനെയും മാത്രം അവലംബിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഉപദ്രവിക്കുവാനോ കഴിയുന്ന അല്ലാതെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ, അതും വിമാനവാഹിനി കപ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചെറിയൊരു രൂപമാണ് മുന്നിൽ വരുന്നത്. അപ്പോൾ അതിന് ഇറാൻ തുനിഞ്ഞത് അവർ തീരുമാനിച്ചെടുത്തൊരു ഒരു ഡിസിഷനാണത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കമൻ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു സാധാരണ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇറാൻ അമേരിക്കയ്ക്ക് വാൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമില്ലാത്ത വാണിംഗ് ആണ്. നമുക്ക് പഞ്ചിങ് എബവ് യുവർ വെയ്റ്റ്, നമ്മുടെ ശക്തിക്ക് അപ്പുറം ഒരു പഞ്ചിന് ഇറാൻ പോകുന്നത് എത്രമാത്രം ബുദ്ധിപരമായ ഒരു കാര്യമാണെന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. ശരി, പിന്നെ ഒരു കാര്യം കൂടി, ഈ ഗൾഫ് മേഖലയിലെ ഒരു മിനിറ്റ് കൂടി അനുവദിച്ചാൽ, ഈ ഒമാനിനെ സംബന്ധിച്ചിടത്തോളം ഒമാനിൽ അമേരിക്കൻ സൈനിക താവളമില്ലെങ്കിലും ഒമാൻ എയർഫോഴ്സിൻ്റെ ബേസ് അവർക്ക് ഉപയോഗിക്കാൻ, ലോജിസ്റ്റിക്സിനായിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. അതൊരു വശത്ത്. ഒമാനെ ആക്രമിച്ചത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിൽ ആണ്, അല്ലാതെ ഒമാൻ്റെ കരയിൽ അവർ ആക്രമിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിൽ ആക്രമിച്ച കപ്പലുകൾ, അതിലെ ഒരു കപ്പൽ ഇറാൻ്റെ തന്നെ എണ്ണ വഹിച്ചുകൊണ്ട് പോകുന്ന കപ്പലായിരുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നത്. അതിലെ കൂടുതൽ വ്യക്തതകൾ എനിക്കില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരാം.